തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നാളെയാണ്. ഇനി ഒന്ന് രണ്ട് ജില്ലകളിൽ കൂടി നമുക്കൊന്ന് കറങ്ങി പോകാനുണ്ട്. കാസർഗോഡ് നിന്ന് അരുൺ പാറയ്ക്കൽ ചേരുന്നു. അരുൺ, കാസർഗോട്ടെ അവസ്ഥ എന്താണെന്ന്? നിശബ്ദ പ്രചാരണ ദിനം, മുന്നണികളും നേതാക്കന്മാരും കാസർഗോഡ് ജില്ലയിൽ സജീവമാണോ? ഗുഡ് മോർണിംഗ്. കാടിളക്കുന്ന കൊട്ടിക്കലാശമോ വലിയ ആരവങ്ങളോ ഒന്നും തന്നെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ജില്ലയിൽ എവിടെയും ഉണ്ടായില്ല. പക്ഷേ ജില്ലയെ സംബന്ധിച്ച് ആശങ്കയോടുകൂടി തന്നെയാണ് ഓരോ മുന്നണികളുടെ സ്ഥാനാർത്ഥികളും അതുപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കളും ഒക്കെ കാണുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം പലയിടത്തും ത്രികോണ മത്സരങ്ങളുണ്ട്, പലയിടത്തും ശക്തമായ പോരാട്ടങ്ങളുണ്ട്. ആകെ 38 പഞ്ചായത്തുകളാണുള്ളത്. ഇതിൽ 8 പഞ്ചായത്തുകളിൽ നിലവിൽ ഒരംഗം പോലും UDF-നില്ല. പക്ഷേ ഇത്തവണ ആ സ്ഥിതിയൊക്കെ മാറുമെന്നാണ് UDF നേതൃത്വം കണക്ക് കൂട്ടുന്നത്. 38 പഞ്ചായത്തുകളിൽ 20 പഞ്ചായത്തുകളോളം പിടിച്ചെടുക്കുമെന്ന് UDF നേതൃത്വം കണക്ക് കൂട്ടുന്നുണ്ട്. 9 പഞ്ചായത്തുകളാണ് BJP കണ്ണും നട്ടിരിക്കുന്നത്. LDF കഴിഞ്ഞ സ്ഥിതി അതേപോലെ തന്നെ നിലനിർത്താൻ കഴിയുമോ എന്ന ഒരു പ്രതീക്ഷയിലാണ് LDF നേതൃത്വമുള്ളത്. വലിയ രീതിയിലുള്ള ഒരു പോരാട്ടത്തിലേക്ക് ജില്ല കടക്കുന്നുണ്ട്. മറ്റൊന്ന് 3 മുനിസിപ്പാലിറ്റികളാണ്. ഈ 3 മുനിസിപ്പാലിറ്റികളിൽ LDF-ന്റെ കൈവശമുള്ള നീലേശ്വരം മുനിസിപ്പാലിറ്റി മാത്രമായിരിക്കും തൽസ്ഥിതി തുടരുക. കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റിയും കാസർഗോഡ് മുനിസിപ്പാലിറ്റിയും ശക്തമായ പോരാട്ടം നടക്കുന്നുണ്ട്. കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റി ഇത്തവണ UDF പിടിച്ചെടുക്കുമെന്നാണ് UDF നേതൃത്വം കണക്ക് കൂട്ടുന്നത്. കാസർഗോഡ് മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ച് BJP-യാണ് പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നത്. 14 സീറ്റുകളാണ് BJP-ക്ക് കഴിഞ്ഞ തവണ കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിലുള്ളത്. ഇത്തവണ സീറ്റുകളുടെ എണ്ണം വർദ്ധിക്കും. മുനിസിപ്പാലിറ്റി ഭരണം തന്നെ പിടിച്ചെടുക്കുമെന്നാണ് BJP നേതൃത്വം കണക്ക് കൂട്ടുന്നത്. ജില്ലാ പഞ്ചായത്ത് ശക്തമായ മത്സരം, ത്രികോണ മത്സരം കാഴ്ചവെക്കുന്ന പഞ്ചായത്താണ് ജില്ലാ പഞ്ചായത്ത്. ജില്ലാ പഞ്ചായത്തിൽ കഴിഞ്ഞ തവണ ഒരു സ്വതന്ത്രന്റെ പിന്തുണയോടുകൂടിയാണ് LDF ഭരണം നിലനിർത്തിയത്. പക്ഷേ ഇത്തവണ സ്ഥിതി അതായിരിക്കില്ല എന്ന് പറയുന്നുണ്ട്. UDF ശക്തമായ പോരാട്ടവുമായി മുന്നിട്ട് നിൽക്കുന്നുണ്ട്. എന്തായാലും ജില്ലയിലുടനീളം തന്നെ ശക്തമായ മത്സരം ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. വിമതന്മാരുടെ ശല്യം അത് മൂന്ന് മുന്നണികൾക്കും വലിയ പ്രശ്നമായി തന്നെ, വലിയ തലവേദനയായി തന്നെ നിൽക്കുന്നുണ്ട്. ഈ പടന്ന, തൃക്കരിപ്പൂർ, ചെറുവത്തൂർ മേഖലയിലാണ് ഇന്നലെ കൊട്ടിക്കലാശത്തിന് ചെറിയ രീതിയിലുള്ള സംഘർഷമുണ്ടായത്. ആ മേഖലയിലൊക്കെ തന്നെ ശക്തമായ സന്നാഹം, പോലീസ് സന്നാഹം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 437 ബൂത്തുകളാണ് ഈ പ്രശ്നബാധിത ബൂത്തുകളുള്ളത്. അതിൽ 97 ബൂത്തുകൾ അതിതീവ്ര പ്രശ്നബാധിത ബൂത്തുകളാണ്. ഈ പ്രദേശങ്ങളിൽ ശക്തമായ നിരീക്ഷണമാണ് പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. മറ്റൊന്ന്, ഈ കാസർഗോഡിന്റെ വടക്കൻ മേഖലയിലേക്ക് കടന്നു കഴിഞ്ഞാൽ മതം രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ പ്രദേശങ്ങളിലൊക്കെ തന്നെ ശക്തമായ നിരീക്ഷണം പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒരു തരത്തിലും ഈ കലാപമോ മറ്റു കാര്യങ്ങളോ ഉണ്ടാവാതിരിക്കാനുള്ള ശ്രമം പോലീസ് നടത്തുന്നുണ്ട്. അതിർത്തി മേഖലയിലും ശക്തമായ നിരീക്ഷണമുണ്ട്. SKN. ഓക്കെ, താങ്ക് യു അരുൺ പാറയ്ക്കൽ. സുരേഷ് പറയുന്നു ഒരു 24 ടീമിനെ കുറിച്ചിട്ട് സോങ് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് വേണം. നിങ്ങളൊരു കാര്യം ചെയ്യുക, നമ്മുടെ ചാനലിലേക്ക് അയച്ചു തരിക, അതല്ലെങ്കിൽ ആരുടെയെങ്കിലും വാട്സപ്പിലേക്ക് അയച്ചു കൊടുക്കുക. നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരു അപകടത്തിൻ്റെ വാർത്ത വരുന്നു. മലപ്പുറം കോട്ടക്കൽ പുത്തൂരിൽ വാഹനാപകടം ഉണ്ടായി. നിയന്ത്രണം വിട്ട ചരക്ക് ലോറി 2 കാറുകളും സ്കൂട്ടറും ഇടിച്ച് തെറിപ്പിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. 6ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ട്രാൻസ്ഫോമറിൽ ഇടിച്ചാണ് നിന്നത്. പരിക്കേറ്റവരെ കോട്ടക്കലിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് രാവിലെ 7:30 മണിയോടെയാണ് ഈ അപകടം ഉണ്ടായതെന്നാണ് ഞങ്ങളുടെ ബ്യൂറോ അറിയിക്കുന്നത്. ഇനിയും മലപ്പുറത്തേക്ക് ഇന്ന് നിശബ്ദ പ്രചാരണം നടക്കുന്ന മലപ്പുറം ജില്ലയിലെ സ്ഥിതിഗതികൾ പരിശോധിക്കാൻ ഗൂഗിൾ കെ വേണുഗോപാൽ നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് ഗൂഗിൾ കെ വേണുഗോപാൽ. മലപ്പുറം ശാന്തമാണല്ലോ, വിവരങ്ങൾ? കഴിഞ്ഞ ദിവസം ഈ കൊട്ടിക്കലാശത്തോടനുബന്ധിച്ച് ചെറിയ ചില അസ്വാരസ്യങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ പേരിൽ മഞ്ചേരി, പൂക്കോട്ടൂർ, ആലത്തൂർ എന്നിവിടങ്ങളിലൊക്കെ ചെറിയ രീതിയിലുള്ള സംഘർഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എങ്കിൽ കൂടിയും ഇന്ന് വോട്ടെടുപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് 3 മുന്നണികളുടെ ഭാഗത്തുനിന്നുണ്ടാവുക. നമുക്കറിയുന്നതുപോലെ LDF-നും UDF-നും നേരിട്ടുള്ള മത്സരങ്ങളാണ് മലപ്പുറം ജില്ലയിലെ വിവിധ ഇടങ്ങളിൽ നടക്കുന്നത്. അതിൽ തന്നെ UDF-ന് വ്യക്തമായ മേൽക്കൈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ നൽകിയിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ 2 തവണകളിലായി സംസ്ഥാനത്ത് ഭരണത്തിലിരിക്കാൻ സാധിച്ചതിനാൽ തന്നെ വികസന നേട്ടങ്ങൾ തങ്ങൾക്ക് ഗുണകരമാകുമെന്നുള്ള ഒരു പ്രതീതിയാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആശ്വാസമാണ് LDF കണ്ടെത്താൻ ശ്രമിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ 2 തവണ സംസ്ഥാനത്ത് ഭരണത്തിൽ കയറാൻ സാധിച്ചില്ലെങ്കിലും മലപ്പുറത്തെ ബഹുഭൂരിപക്ഷം ഗ്രാമ, ബ്ലോക്ക്, മുനിസിപ്പാലിറ്റികളിൽ ഭരണത്തിലിരിക്കാൻ സാധിച്ചതിന്റെ പ്രത്യാശയുമായിട്ടാണ് UDF മുന്നോട്ടേക്ക് പോകുന്നത്. അതോടൊപ്പം തന്നെ മലപ്പുറം ജില്ലയിലെ ഒരു വാർഡിൽ, മൂത്തേടം പഞ്ചായത്തിലെ പായിപ്പാടം വാർഡിലെ UDF സ്ഥാനാർത്ഥി വട്ടത്ത് ഹസീന മരണപ്പെട്ടതിനെ തുടർന്ന് അവിടുത്തെ തിരഞ്ഞെടുപ്പ് മാറ്റിവെച്ചിട്ടുണ്ട്. ഏകദേശം 36,18,851 വോട്ടർമാരാണ് മലപ്പുറം ജില്ലയിലുണ്ട്. 2,789 വാർഡുകളുണ്ട്. അവിടെ 8,343 സ്ഥാനാർത്ഥികൾ ജനവിധി തേടുന്ന ഒരു സാഹചര്യമുണ്ട്. ശക്തമായ മത്സരം തന്നെയായിരുന്നു. ഈ ഏതെങ്കിലും ഒരു നഗരം കേന്ദ്രീകരിച്ചിട്ടുള്ള കൊട്ടിക്കലാശമോ പരിപാടികളോ ഒന്നും ആയിരുന്നില്ല കഴിഞ്ഞ ദിവസം മലപ്പുറത്തുണ്ടായിരുന്നത്. വാർഡുകൾ കേന്ദ്രീകരിച്ചിട്ടുള്ള കൊട്ടിക്കലാശമായിരുന്നു. അവർക്ക് സാധിക്കുന്ന രീതിയിൽ ഇപ്പോൾ തന്നെ ഈ ആവേശം ഉയർത്തിക്കാണിക്കാനും തങ്ങളുടെ സാന്നിധ്യവും സ്വാധീനവും ഒക്കെ അവസാന ഘട്ടത്തിൽ പോലും തെളിയിക്കാനും മുന്നണികൾ ശ്രമിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ ഇന്ന് നിശബ്ദ പ്രചാരണം, പോളിംഗ് സാമഗ്രികളുടെ വിതരണം 10 മണിയോടുകൂടി തന്നെ ആരംഭിക്കും.
ആരംഭിക്കും. 27 കേന്ദ്രങ്ങളിലായിരിക്കും പോളിംഗ് സാമഗ്രികളുടെ വിതരണം നടക്കുക. 15 ബ്ലോക്ക് പഞ്ചായത്ത് തലങ്ങളിലും 12 മുനിസിപ്പാലിറ്റികളിൽ തലങ്ങളിലുമായിട്ടായിരിക്കും പോളിംഗ് സാമഗ്രികളുടെ വിതരണം നടക്കുക. രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളൊക്കെ ഈ പറഞ്ഞതുപോലെ പോളിംഗ് സ്റ്റേഷന് മുന്നിലെ തങ്ങളുടെ ബൂത്തുകൾ കെട്ടുന്ന തിരക്കിലും സ്ലിപ്പുകൾ വിതരണം ചെയ്യുന്ന തിരക്കിലുമൊക്കെ ആയിരിക്കും. ഈ ഓപ്പൺ വോട്ടുകൾ ചെയ്യിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികളും കാര്യങ്ങളും ഒക്കെ അവരുടെ ഭാഗത്തുനിന്ന് കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്നു. വലിയൊരു അട്ടിമറി ഉണ്ടാക്കാൻ സാധിക്കും മലപ്പുറം ജില്ലയിൽ എന്നാണ് LDFന്റെ ഭാഗത്തുനിന്ന് പറയുന്നത്. എന്നാൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ LDFകാർ സ്വപ്നം കാണുന്നതാണ് എന്നും ജില്ലയിലുള്ള മേൽക്കൈ അതുപോലെ തന്നെ തുടരാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയും പ്രത്യാശയും ഒക്കെ അവർ പങ്കുവെക്കുന്നു. അതോടൊപ്പം തന്നെ NDA ചിലയിടങ്ങളിലെങ്കിലും കടന്നു വരാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. താനൂർ മുനിസിപ്പാലിറ്റിയിലൊക്കെയാണ് അവർക്ക് അല്പമെങ്കിലും സ്വാധീനമുള്ള ഒരു മേഖല എന്ന് പറയുന്നത്. അവിടെ കടന്നു വരാനുള്ള ശ്രമങ്ങൾ NDAയും നടത്തുന്നു. അത്തരത്തിൽ 3 മുന്നണികളും കഴിഞ്ഞ 3 ആഴ്ചക്കാലമായി വലിയ രീതിയിലുള്ള കൊണ്ടുപിടിച്ച പ്രചാരണങ്ങളായിരുന്നു നടന്നത്. അതിന്റെ കലാശക്കൊട്ട് എന്ന രീതിയിൽ തങ്ങൾക്കാവുന്ന രീതിയിൽ തന്നെ കഴിഞ്ഞ ദിവസം വൈകിട്ട് വലിയ രീതിയിലുള്ള പ്രചാരണ പരിപാടികൾ സംഘടിപ്പിക്കാൻ സാധിച്ചു. ചിലയിടങ്ങളിൽ ഈ പറഞ്ഞ പോലെ അഭിപ്രായ വ്യത്യാസങ്ങൾ, ചില സംഘർഷങ്ങളൊക്കെ ഉണ്ടായി എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇന്നെന്തായാലും വോട്ടുറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള തീവ്ര ശ്രമങ്ങൾ അവസാന വട്ടത്തിലും ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.